ഒരു ക്രിസ്ത്യൻ സൈനികനെ പിരിച്ചുവിട്ടതിൽ ഉള്ള കോലാഹലമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. മോദി ഗവൺമെന്റിന് ഏതെല്ലാം വടി കൊണ്ട് അടിക്കാവോ ആ വടി തേടി നടക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ പ്രത്യേകത. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പല മതേതര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, ആസ്പത്രികളിൽ, കോളേജുകൾ, ഇവയെല്ലാം മതേതര ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൈന്യം. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, മറ്റുള്ള പാരാമിലിറ്ററി ഫോഴ്സസ് എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ഉള്ള കിംവദന്തി, ഈ സൈനിക ഉദ്യോഗസ്ഥൻ ഈസ് എ ലെഫ്റ്റനന്റ് ഓഫീസർ കേഡറിലുള്ള ആളാണ്. പേര് സാമുവൽ കമലേഷ്. ഇദ്ദേഹത്തോട് പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മുടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങൾ പൂജ ചെയ്യാൻ നിർബന്ധിച്ചു. അപ്പോൾ ആർമിക്ക് ഒരു ട്രഡീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിലിറ്ററിക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ എയർഫോഴ്സിനും ഉണ്ട്, നേവിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ആ പാരമ്പര്യം ബ്രിട്ടീഷുകാർ നമ്മുടെ റേസ് അനുസരിച്ചാണ് സൈന്യ റെജിമെൻറ്റുകൾ രൂപീകരിച്ചത്. അതായത് ഓരോ വിഭാഗം ജനങ്ങളുടെ ആയിരിക്കും ഓരോ റെജിമെൻറ്റ്സ്. അപ്പോൾ ഇത് ഈ റേസ് തമ്മിലുള്ള അവരുടെ ആ സ്പിരിറ്റ്, ഒരു തമ്മിലുള്ള ഒരു മത്സര ബുദ്ധി ജനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഗൂർഖ റെജിമെൻറ്റ്, ആ ഗൂർഖകൾ മാത്രമേ കാണുള്ളൂ. പഞ്ചാബ് റെജിമെൻറ്റ്, അത് പഞ്ചാബിൽ നിന്നുള്ളവർ. സിഖ് റെജിമെൻറ്റ്, സിഖ് സമുദായക്കാർ മാത്രമുള്ളത്. കുമോൺ റെജിമെൻറ്റ്, കുമോണീസ് മാത്രമുള്ളത്. നാഗാ റെജിമെൻ്റ് ഉണ്ട്, നാഗാലാൻഡുകാർക്ക് വേണ്ടിയിട്ട്. മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്, മദ്രാസികൾക്ക്. അതായത് ബ്രിട്ടീഷുകാർ തുടങ്ങിയ കാലത്ത് കർണാടകയും കേരളയും എല്ലാം മദ്രാസിലായിരുന്നു. മറാഠ റെജിമെൻസുകളുണ്ട്, മറാത്തികൾക്ക് വേണ്ടി. ഇങ്ങനെ ഏകദേശം 2 ഡസന് കൂടുതൽ റെജിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ റെജിമെൻറ്റിലുള്ളതൊക്കെ ഓരോ റേസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളായതുകൊണ്ട് അവരുടേതായ ഒരു മത ആചാരവും കാണും. ഇപ്പോൾ ചില റെജിമെൻറ്റ് പഞ്ചാബികളാണെങ്കിൽ അവിടെ സിഖുകാരുള്ളത് കൊണ്ട് സിഖ് മതത്തിൻ്റെ ആചാരങ്ങൾ കാണും. ഹിന്ദുക്കളുള്ളതുകൊണ്ട് ഹിന്ദുക്കളുടെയും കാണും. ഇവർക്കുള്ള ഓരോ ആരാധനാലയങ്ങൾ ഓരോ റെജിമെൻറ്റിൻ്റെ ക്യാമ്പസിൽ കാണും. അവർ പൂജാരിമാരെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് നായിബ് സുബേദാർ റാങ്കിൽ പൂജ ചെയ്യാൻ അറിയാവുന്നവരെ പൂജാരികളായിട്ട് തന്നെ ആർമി റിക്രൂട്ട് ചെയ്ത് ഈ ക്യാമ്പസിലുള്ള ആരാധനാലയങ്ങളിൽ പൂജാരികളായിട്ട് നിയമിക്കും. അപ്പോൾ അവിടെ എല്ലാ ഞായറാഴ്ചകളിലും പിന്നെ ആ മതത്തിൻ്റെ പ്രത്യേക ഉത്സവ ദിവസങ്ങളിലും പൂജകൾ കാണും. ഇപ്പോൾ ജെ.ആൻഡ്.കെ റൈഫിൾസ്, കുമോൺ റെജിമെൻറ്റ്, ഇങ്ങനെയുള്ള ദോഗ്ര റെജിമെൻറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ അവിടെയുള്ള ഹിന്ദുക്കൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ പഞ്ചാബ് റെജിമെൻ്റ് എന്ന് പറയുന്നത്, സിഖ് റെജിമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ ഹിന്ദു ആചാരപ്രകാരം ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതൊക്കെ അതാത് ദേശങ്ങളിലുള്ളവരെ ആയിരിക്കും ആ റെജിമെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മദ്രാസ് റെജിമെൻറ്റിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരായിരിക്കും. പക്ഷേ നോമിനലായിട്ട് ഒരു 5% ചിലപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരും ഇവിടെ വരും. കാരണം ഈ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ഈ ചിലവർ ഓഫീസേഴ്സിനെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ആ റീജിയനിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പഞ്ചാബിൽ ഒരു മലയാളി താമസിക്കുകയാണെങ്കിൽ പഞ്ചാബ് റെജിമെൻ്റ് റിക്രൂട്ട് സമയത്ത് ചിലപ്പോൾ അയാൾ അവിടെ എൻറോൾ ചെയ്യും. അങ്ങനെ ചില പ്രവേശനക്കാരും കാണും ഈ റെജിമെൻറ്റിലൊക്കെ. അപ്പോൾ റെജിമെൻറ്റിൽ ഓഫീസേഴ്സിന് ഇങ്ങനെയൊന്നുമില്ല, വിഭജനമില്ല. ഓഫീസേഴ്സ് അക്കാഡമി ട്രെയിനിങ് കഴിഞ്ഞാൽ അവരെ വിവിധ റെജിമെൻറ്റുകളിലേക്ക് അയക്കും. അപ്പം ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം എന്നെ നിയമിച്ചത് പഞ്ചാബികൾ സിഖുകാരും പഞ്ചാബ് ഹിന്ദുസും അടങ്ങിയ ഒരു റെജിമെൻറ്റിലേക്കായിരുന്നു. അപ്പം നമുക്ക് അവിടെ പൂജകൾ, എല്ലാ ഞായറാഴ്ച പൂജയ്ക്കൊന്നും ഓഫീസേഴ്സ് പോകണ്ട. വിശേഷ ദിവസങ്ങളിലെ പൂജയ്ക്ക് ഓഫീസേഴ്സ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പൂജ നടത്താൻ നമ്മളോട് ആരും ആവശ്യപ്പെടാറില്ല. ഒരു മതവും ലോകത്തിലെ പൂജ നടത്താൻ ഒരു ലേമാൻ, ഒരു സാധാരണക്കാരനോട് ആവശ്യപ്പെടത്തില്ല. പൂജ നടത്തുന്ന എപ്പോഴും പൂജയ്ക്കുള്ള ആ ക്രിയകൾ അറിയാവുന്ന ട്രെയിനിങ് കിട്ടി പഠിച്ചവരാണ് പൂജാരിമാർ. അവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കും.
അപ്പോൾ പൂജയിൽ നമ്മൾ പങ്കെടുക്കണം. ഇപ്പം സിഖ് റെജിമെൻറ്റിൻ്റെ സിഖ് ഗുരുദ്വാരയിൽ ഒരു ഫംഗ്ഷൻ ഓഫീസേഴ്സ് പോയിരിക്കുകയാണ്, നമ്മളെല്ലാം അവിടെ പോയി ഇരിക്കുക. പഗടി, അതായത് ടർബൻ ആണ് സിഖുകാരുടെ തലപ്പാവ്. ഈ പഗടി ഇല്ലാത്ത മോണോ ആൾക്കാരെന്ന് പറയും, അതായത് പകുതി തലപ്പാവ് ഇല്ലാത്തവരെ മോണോ എന്നാണ് പറയുന്നത്. മോണോ ഉള്ളവർ തലപ്പാവിൻ്റെ പകരം ഒരു ടവല് തലയിൽ കെട്ടിവെക്കണം. അത് കഴിഞ്ഞ് പോയി അവിടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ, നമ്മളൊന്നും ചെയ്യണ്ട. എന്നിട്ട് ആ പൂജാരി അവിടെ പൂജ ചെയ്യും. അത് കഴിയുമ്പോൾ പ്രസാദമൊക്കെ മനസ്സുള്ളവർ മേടിക്കാതിരിക്കുകയോ ചെയ്യുക, തിന്നാതിരിക്കുകയോ ചെയ്യുക. അത് കഴിയുമ്പോൾ പുറത്തോട്ട് വരാം. അതുപോലെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം ഹിന്ദു പൂജകൾക്ക് ഞാൻ പോയിരുന്നിട്ടുണ്ട്. അതാ സഹിക്കത്തില്ലാത്ത. വടക്കേ ഇന്ത്യയിലെ പഞ്ചാബിലും കാശ്മീരിലുള്ള വേനൽക്കാലത്ത് ചൂടറിയാം, 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ളപ്പോൾ ഒരു പ്രോഗ്രാം, ഒരു പൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ടാണല്ലോ ഹിന്ദു പൂജ. ഈ അഗ്നികുണ്ഡത്തിൻ്റെ ഏറ്റവും അടുത്ത ചുറ്റുവട്ടത്തിലായിരിക്കും ഓഫീസേഴ്സ് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ചൂടെന്ന് വിചാരിക്കും, അത് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഓഫീസേഴ്സും കമ്പൽസറി ആയിട്ട് ഈ പൂജകളിൽ പങ്കെടുക്കും. ഇനി മദ്രാസ് റെജിമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ളവർ ധാരാളം ഉണ്ട്, അതിൽ തന്നെ ക്രിസ്ത്യാനികൾ എമ്പടി ഉള്ളതുകൊണ്ട് മദ്രാസ് റെജിമെൻറ്റിൻ്റെ എല്ലാ ബറ്റാലിയനുകളിലും പള്ളികളും ഉണ്ട്. പള്ളിയിൽ അച്ഛന്മാരെ ആർമി റിക്രൂട്ട് ചെയ്യും. പഴയ കാലത്ത്, ഇപ്പം ഞാനൊക്കെ ആർമിയിലുണ്ടായിരുന്ന കാലത്ത് അച്ഛന്മാരൊന്നും ഒരു പള്ളിയിലും സ്ഥിരമായിട്ട് നിയമിതനായിട്ട് വരാറില്ലായിരുന്നു. അവരടുത്തുള്ള പള്ളിയിൽ നിന്ന് വന്ന് കുർബാനയൊക്കെ ചെല്ലും, പൂജ നടക്കും. ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് തോന്നുന്നു, അവരെ നിയമിക്കുന്നുണ്ട്, അവർ പല അച്ഛന്മാരും ചേരുന്നുണ്ട്. അങ്ങനെ ആർമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പൂജ ചെയ്യാനാണ് ഈ പൂജയ്ക്ക് ഇരിക്കാനാണ് നമ്മുടെ ലഫ്റ്റനന്റ് സാമുൽ കമലേശനോട് ആവശ്യപ്പെട്ട്. അത് അവൻ നിഷേധിച്ചു. അപ്പം അവൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആ സർവീസിൽ ചേരാൻ തുടരാൻ അർഹതയില്ല. പക്ഷെ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി ജവാൻസിൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ്. സൈനികരുടെ കൂടെ അവരുടെ ദുഃഖത്തിലും സുഖത്തിലും എല്ലാം പങ്കുചേരണം. യുദ്ധത്തിന് പോകുമ്പോൾ ഓഫീസേഴ്സ് അവരുടെ കൂടെ എല്ലാത്തിലും ഉണ്ടാകണം. അപ്പോൾ അവർക്ക് നമ്മുടെ ഓഫീസേഴ്സിൻ്റെ മതേതരത്വം തെളിയിക്കാനും മതേതരവാദിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും കൂടി ഉള്ളതാണ് ഈ പൂജകളിൽ പങ്കെടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരാൾ മാറി നിന്ന് കഴിയുമ്പോൾ ആ ജവാൻസിന്, സൈനികർക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം നമ്മുടെ മതത്തിന് വെറുക്കുന്നയാളാണ്. പിന്നെ അയാളുടെ ഓർഡർ അനുസരിക്കാനും ആ താല്പര്യം എല്ലാം കുറയും അവിടെ. അപ്പോൾ അബ്സല്യൂട്ട്ലി ഒരു സൈനികന് അല്ലെ ഒരു ഇന്ത്യൻ പൗരന് തന്നെ ചേരാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ലഫ്റ്റനന്റ് കമലേഷ് ചെയ്തത്. അപ്പോൾ അയാളെ പിരിച്ചുവിട്ടു. അയാൾ ഹൈക്കോടതിയിലും പോയി, സുപ്രീം കോടതിയിലും പോയി. അയാൾ സുപ്രീം കോടതി പിരിച്ചുവിട്ടതിന് ശരിവെച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇയാളുടെ വക്കീൽ 2 സ്ഥലത്തും വാദിച്ച് പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അല്ലാതെ പൂജയ്ക്ക് പോയി ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് മനസ്സില്ല എന്ന് പറഞ്ഞതിന് വലിയ വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ട് വെയിറ്റേജ് കൂട്ടാനാന്ന് തോന്നുന്നു പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് ചില ചാനലുകളും എടുത്തെടുത്ത് പറഞ്ഞത്. സൈനികനോട് അതും സിഖുകാരുടെ ഗുരുദ്വാരയിലാണ് പറഞ്ഞത്, പക്ഷെ ഹിന്ദു അമ്പലങ്ങളിൽ പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടു, പൂജ ചെയ്യാൻ നിരസിച്ചുകൊണ്ട് പിരിച്ചുവിട്ടു. അപ്പോൾ ആ ഒരു വർഗീയ ചിന്താഗതിയും ഒരു കമ്മ്യൂണൽ ഫീലിങ്ങും വിഭാഗീയത ചിന്തയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചാനലുകൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത് പിരിച്ചുവിട്ടതിൽ യാതൊരു തെറ്റുമില്ല. ഈ സൈനികൻ ക്രിസ്ത്യൻ ആണെങ്കിലും ക്രിസ്ത്യനിലെ പെന്തക്കോസ്ത് വിഭാഗക്കാരായിരിക്കും. പെന്തക്കോസ്തുകാരാണ്. അവർ വേറെ ആരെ ആരാധിക്കില്ല, വേറെ ഒരു മതക്കാരെ നോക്കത്തില്ല, അവരുടെ ഭക്ഷണം കഴിക്കത്തില്ല, അവരുടെ ആരാധനാലയങ്ങളിൽ കയറത്തില്ല. ഇങ്ങനെയുള്ള ഈ ഏകദൈവമെന്ന് ഇവരോട് ആരും എന്ന് പറഞ്ഞു? ഓരോ വിശ്വാസമാണ്. അപ്പം ഇങ്ങനെ വിശ്വസിക്കുന്നവരുടെ പെന്തക്കോസ്തുകാരെ കാണും. അപ്പം പെന്തക്കോസ്തുകാർക്ക് സൈനിക സേവനം ഇതിനു മുമ്പ് ഇതുപോലെയുള്ള പല കിംവദന്തികളും ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനത്തെ രാജ്യസേവനമൊന്നും ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ഇതിൽ ഈ മിസ്ലീഡ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ ഒരു വിഭാഗം ജനങ്ങൾ എന്നുള്ളത് പറയാനാണ് ഞാൻ ഇത് ആഗ്രഹിച്ചത്. അതായത് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത് ഓഫീസേഴ്സിൻ്റെ ഒരു കടമയാണ്. ദാറ്റ് ഈസ് എയർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഇഫ് ദേ ആർ സെർവിങ് ദി നേഷൻ. ജവാൻസിൻ്റെ കൂടെ, സൈനികരുടെ കൂടെ നാം ഒന്നാണെന്ന് വരുത്തി തീർക്കേണ്ടത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ആവശ്യമാണ്. ഇപ്പം ഞാനാണ് ഹിന്ദു പൂജയ്ക്കൊക്കെ പോയിരുന്നുണ്ട്. ഈ ചൂട് എനിക്ക് സഹിക്കത്തില്ല. പിന്നെ അവർ എന്തെങ്കിലും ചെല്ലിക്കോട്ടെ. ഇപ്പം നമുക്ക് അതിൽ വിശ്വാസമില്ല, താല്പര്യമില്ല, നമ്മുടെ മനസ്സിൽ കണ്ണടച്ചിരുന്നുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക.
ഇപ്പോൾ ക്രിസ്ത്യാനിയാണ്, യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ആരും ചോദിക്കുന്നില്ല, മനസ്സിൽ പറഞ്ഞു. പക്ഷെ പുറമെ കാണിക്കുന്നില്ല. എന്താ കുഴപ്പമിരിക്കുന്നത്? നമ്മളതിൽ ബഹുമാനിക്കുന്നു എന്നുള്ളൂ. നമ്മുടെ ബഹുമാനം ആ മതത്തിനോടുള്ള, അതായത് വേറൊരാളുടെ വിശ്വാസത്തിലുള്ള അവരുടെ ദൈവത്തോട് കാണിക്കുന്ന, അല്ലെ അവരുടെ മതത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനം കൂടിയാണ് ഇത്. നന്ദി, നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ജോയ്, റിട്ടയേർഡ്. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.